പ്രമീളയുടെ സംഭാഷണം ധ്രുവിന് തീരെ പിടിച്ചില്ല. അവൻ വൈകിയെ നോക്കിയതും അവൾ ഇരു കണ്ണുകളും അടച്ച് പോട്ടെ എന്നപോലെ കാണിച്ചു. കിച്ചണിലേക്ക് നടന്നു. ധ്രുവ് അവിടെ നിന്നും പോയാൽ മതിയെന്നായി. വൈഗ ചായയുമായി വരുമ്പോൾ ധ്രുവ് പുറത്ത് ആരോടോ സംസാരിക്കുകയായിരുന്നു. അവൾ എല്ലാവർക്കും ചായ കൊടുത്തു. വൈഗ പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും പ്രമീള പുറകെ നിന്ന് വിളിച്ചു, ഡീ, നീ ഇതെവിടേക്കാ പോകുന്നത്? എൻ്റെ മോനെ നീ നോക്കിയോ? ഇവിടെ വന്നേ പിന്നെ. അവൾ ചായയും കൊണ്ട് ശൃംഗരിക്കാൻ പോകുന്നു. നടക്കടി അസത്തെ. രാമൻ തലയിലായി കൈവച്ച്, ഓ, തുടങ്ങിയോ നീ ഇവളുടെ മേൽ കുതിര കയറാൻ? ആ സാറൊന്ന് പൊയ്ക്കോട്ടെ. അതും പറഞ്ഞ് രാമൻ നേരെ നോക്കിയതും ദഹിപ്പിക്കുന്ന കണ്ണുകളോടെ അവരെ രണ്ടാളെ നോക്കി നിൽക്കുന്ന ധ്രുവിനെയാണ് കാണുന്നത്. ധ്രുവ് നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു ചോദിച്ചു, വൈഗ, നിനക്കിവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൾ ഇല്ല എന്ന പോലെ തല ചലിപ്പിച്ചു. ധ്രുവ് അത് ചോദിക്കുന്നുവെങ്കിലും ധ്രുവിൻ്റെ കണ്ണുകൾ പ്രമീളയിലും രാമനിലുമായിരുന്നു. അവൻ അവളുടെ മൂഡ് മാറ്റാനായി അവളോട് ചോദിച്ചു, വൈഗ, എവിടെ എൻ്റെ ടീ? അത് കേട്ടതും വൈഗ ടേബിളിൻ്റെ പുറത്തായി വെച്ചിരുന്ന അവൻ്റെ ചായ എടുത്ത് ധ്രുവിൻ്റെ കൈകളിൽ കൊടുത്തു. ധ്രുവ് അതൊന്ന് സിപ്പ് ചെയ്ത് നെറ്റി ചുളിച്ചു വൈഗയെ നോക്കി, വൈഗ, ഇതിൽ ഷുഗറില്ല, എനിക്ക് ഡയബറ്റീസ് ഒന്നുമില്ല. അത് കേട്ടതും അവൾ ആ ചായ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അവൾ ആ ചായ കുടിച്ചു നോക്കി. ഇതിൽ മധുരമുണ്ടല്ലോ. വൈഗ ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്ന പോലെ ചോദിച്ചു. അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കി നാവിനാൽ ഒന്നൊഴിഞ്ഞു. അത് കണ്ടതും അവൾ ഉമിനീരിറക്കിപ്പോയി. എന്നാലും ഇതൊന്നും പ്രമീളയും രാമനും കാണുന്നുണ്ടായിരുന്നില്ല. ധ്രുവ് രണ്ടാളുടെ മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ചെക്കൻ്റെ ഹൈറ്റിലും സിക്സ് പാക്ക് ബോഡിയിലും അവർക്ക് മുന്നിൽ നടക്കുന്ന ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മോളെ വൈകിയേ, നീ സാറിൻ്റെ ചായയിൽ മധുരമിട്ടില്ലേ? രാമൻ്റെ ചോദ്യമാണ് രണ്ടാളെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ആ അമ്മാവ, ഞാൻ മറന്നു എന്നാ തോന്നുന്നേ. ഇതേ സമയം ധ്രുവ് വൈകിയെ നോക്കി ചായ ഒന്ന് ചെയ്തു. അവൾ അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. ഇത് പ്രമീളയ്ക്ക് അത്രയ്ക്ക് കണ്ട് സൂചിച്ചില്ല. പ്രമീള തുടർന്നു, നീ മറന്നില്ലേലുള്ള അതിശയം. അത് കേട്ടതും ധ്രുവ് കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവൾ ചായക്കപ്പും എടുത്ത് പോകാൻ ശ്രമിക്കവേ അവനോടായി പറഞ്ഞു, അത് പ്ലീസ് ധ്രുവ്, വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ. ഇവിടെയുള്ളവർ ഇങ്ങനെയാ, ഒന്നും പറയുകയും പ്രതികരിക്കുകയും ചെയ്യലും, പ്ലീസ്, എൻ്റെ അപേക്ഷയാണ്. അതും പറഞ്ഞ് അവൾ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയതും പ്രമീള അവളെ വിളിച്ചു, ഡീ ശീലാവതി, നീ എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തോ? ഇല്ലില്ല, അത് കൊണ്ടുപോയി കൊടുക്ക്. പ്രമീള ഒരു വിജയ് ഭാവത്തിൽ ധ്രുവിനെ നോക്കി പുച്ഛിച്ചു. അവൻ ചായക്കപ്പ് ടേബിളിലായി വെച്ചു പ്രമീളയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവരുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചു. പ്രമീളയോടായി പറഞ്ഞു, നിങ്ങളുടെ പ്രായത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. എപ്പോഴും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ഒരു കൈയുടെ പ്ലാസ്റ്റർ ഇട്ട് അധികമായിട്ടില്ലല്ലോ. മറ്റേ കൈയുടെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ധ്രുവ് അത് പറഞ്ഞതും പ്രമീള പുറകിലേക്കൊന്ന് വേച്ചുപോയി. വൈഗ പാലുമായി വന്നതും ധ്രുവ് അവളെ വിളിച്ചു, വൈഗ. അവൾ ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ പാൽ ഗ്ലാസ് ഇങ്ങ് തരൂ, എനിക്ക് വൈഭവിനെ ഒന്ന് പരിചയപ്പെടണം. ധ്രുവ് രാമനെ നോക്കിയതും, അത് അങ്ങ് കൊടുക്കും മോളെ എന്ന് രാമൻ പറഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ സാർ വന്നിട്ട് അവനെ കാണാനോ പറ്റിയില്ല. രാമൻ്റെ ആ തുറന്ന പറച്ചിൽ കേട്ടതും വൈഗ ഞെട്ടി. വൈഗ ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത് എപ്പോൾ? അവൾ മനസ്സിലായി പറഞ്ഞു, ഓ, അപ്പോൾ സാർ അന്ന് ഞങ്ങളെ ഓഫീസിൽ ഇറക്കിയിട്ട് പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ധ്രുവ് വൈഗയുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസും വാങ്ങി വൈഭവിൻ്റെ റൂമിലേക്ക് വൈഭവിനെ കാണാനായി കയറി. ധ്രുവ് ചെല്ലുമ്പോൾ വൈഭവ് കണ്ണിന് കുറുകെ കയ്യും വെച്ച് കിടക്കുകയായിരുന്നു. ഡാ, ധ്രുവ് വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ വിളിച്ചു. വൈഭവ് കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്ന ധ്രുവിനെ നോക്കി, നിനക്കെന്ത് വേണം? പോയില്ലേ നാശം. എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ധ്രുവ് വന്ന് വൈഭവിന് അഭിമുഖമായി നിന്നു. നീ ചത്തോന്നറിയാൻ വന്നതാ? ഇല്ല, നിന്നെ അങ്ങനെ ഞാൻ കൊല്ലില്ല എന്നും പറഞ്ഞ് ധ്രുവ് കയ്യിലായി കരുതിയ പാൽ ഗ്ലാസ് ഉയർത്തി കാണിച്ചു. നിനക്ക് കുടിക്കാൻ എൻ്റെ പെണ്ണ് തന്നു വിട്ടതാ. എന്തോ എനിക്ക് മാത്രം പ്രിയപ്പെട്ടത് വേറൊരാളും നോക്കുന്നതും തൊടുന്നതും എനിക്ക് സഹിക്കില്ല. അതും പറഞ്ഞ് ധ്രുവ് ആ പാൽ ഒറ്റ വലിക്ക് അകത്താക്കി. എന്നിട്ട് വൈഭവിനെ നോക്കി പറഞ്ഞു, എൻ്റെ വൈഗ എടുത്തുകൊണ്ട് വന്നതുകൊണ്ടായിരിക്കും ഒടുക്കത്തെ ടേസ്റ്റ് ഇതിന്. അത് കേൾക്കെ വൈഭവ് അണപ്പല്ല് ഞെരിച്ചു. വൈഭവിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി ധ്രുവ് വൈഗയെ കോൾ ചെയ്തു ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ധ്രുവ് പോകുന്നതെല്ലാം വൈഗ റൂമിൽ നിന്ന് നോക്കി കണ്ടു. ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഐസ്ക്രീം നുണയുകയാണ് ആമി. അത് കണ്ടിട്ടെന്നോണം എബിക്ക് കൊതിയായി തുടങ്ങി. ചോദിച്ചിട്ട് ആമി കൊടുക്കുന്നുമില്ല. എബി പിടങ്ങി പുറത്തേക്ക് നോക്കിയിരുന്നു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ്
ആമി എബിയോടായി. ഡാ എബി, എന്താ മിണ്ടാതിരിക്കുന്നേ? നിന്നോട് ചോദിച്ചപ്പം നീ വേണ്ട എന്നും പറഞ്ഞ് വലിയ വെയിറ്റിട്ട് നിന്നതല്ലേ, അതല്ലേ ഞാൻ തരാഞ്ഞേ. അവൾ പറഞ്ഞു മുഴുവിക്കും മുമ്പേ എബി അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചുണ്ട് നുണയാൻ തുടങ്ങി. കീഴ്ചുണ്ടും മേൽചുണ്ടും കഴിഞ്ഞ് അവൻ്റെ നാവിനാൽ അവളുടെ നാവിനെ അവൻ പുൽകി. അവൾ അവൻ്റെ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ ഇരു കണ്ണുകളും അടച്ചു. ഒടുവിൽ ശ്വാസം വിലങ്ങുതടിയായതും മനസ്സില്ലാ മനസ്സോടെ എബി ആമിയിൽ നിന്ന് അകന്നു മാറി. ആമിയുടെ ചുവന്ന മുഖം കാണെ എബി പറഞ്ഞു, ആമി, ഡാ, നമുക്ക് വേഗം കല്യാണം കഴിക്കാം. ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് കേട്ടതും ആമി എബിയെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. ഞാൻ എൻ്റെ പപ്പയുമായി നിൻ്റെ തറവാട്ടിൽ വന്ന് നിൻ്റെ അമ്മയോട് പറയട്ടെ, എനിക്ക് എൻ്റെ ആമി കൊച്ചിനെ കെട്ടിച്ചു തരുമോ എന്ന്. അത് കേട്ടതും ആമി എബിയോടായി പറഞ്ഞു, ഡാ, അമ്മ സമ്മതിച്ചാലും കോലത്തുള്ളവൾ സമ്മതിക്കില്ലടാ. ആഹാ, അത്രയ്ക്കായോ? എങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ നാട് വിടും. എന്നിട്ട് കെട്ടി 2 പിള്ളേരുമായി നിൻ്റെ തറവാട്ടിൽ കയറി ചേരും. അല്ല പിന്നെ. ഞാൻ ഇങ്ങനെ നിന്ന് മൂക്കത്തേ ഉള്ളല്ലോ കർത്താവേ. അത് കേട്ടതും ആമി ഉറക്കെ ചിരിച്ചു. ആ, ചിരിക്കടി നീ, ചിരിക്ക്. എബിയുടെ രോദനം